ചിലപ്പോൾ അവസാന സിനിമ എപ്പോഴും ആൾക്കാർ മനസ്സിൽ ഇങ്ങനെ വെക്കണ രീതിയിലുള്ള സിനിമ ആവണം. എന്നാലേ അതിനൊരു ബ്യൂട്ടി ഉള്ളൂ അല്ലെ? ആയിട്ട് ഒരു സിമിലാരിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് ഭഗവന്ത് കേസരിയുടെ ഒരു പെർട്ടിക്കുലർ പോർഷന്റെ റൈറ്റ്സ് ഒക്കെ ഇവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ലെവൽ. മറ്റേ വിജയുടെ ഇതൊക്കെ റിവീൽ ചെയ്ത് ടൈറ്റിൽ കാർഡും പരിപാടിയൊക്കെ ഉഷാറായിരുന്നല്ലോ. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ തന്നെ വേറെ ഫീൽ ആയിരുന്നു. ഹായ് ഹലോ കഥനങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ദളപതി വിജയുടെ അവസാന സിനിമയായിട്ടുള്ള ജനനായകൻ സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ റിയാക്ട് ചെയ്യണം. അപ്പൊ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ട്രെയിലർ കാണാനുള്ള ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഒന്ന് വിജയുടെ ലാസ്റ്റത്തെ സിനിമ. അതുകൊണ്ട് തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു ട്രെയിലറാണ്. കാരണം ഈ ട്രെയിലർ കാണുമ്പോൾ നമുക്കൊരു ധാരണ കിട്ടും സിനിമ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ആൻഡ് രണ്ടാമത്തെ കാര്യം, ഇപ്പോ ഒരുപാട് എന്താ പറയാ റൂമേഴ്സ് ഉണ്ട്, ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണ് ജനനായകൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതും കൂടെ ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ ഏകദേശം അതിനെ കുറിച്ച് ഒരു ധാരണ കിട്ടും എന്നാണ് എന്റെ വിശ്വാസം. അപ്പൊ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം ട്രെയിലർ. ഒരുപാട് സ്റ്റിൽസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് വരുന്ന ദിവസങ്ങളിൽ ഇപ്പോൾ ഭഗവന്ത് കേസരിയുടെ റീമേക്ക് ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്കും അല്ല എന്ന് വിശ്വസിക്കുന്ന ആൾക്കാർക്കും ഒരുപാട് സ്റ്റിൽസും ട്രെയിലേഴ്സും വരുന്നുണ്ട്. അതിൽ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് കണ്ടുനോക്കാം. സ്റ്റിൽസ് മമ്മിതയുടെ 2-3 സ്റ്റിൽസ് വന്നിട്ടുണ്ടായിരുന്നു. 2-3 അല്ല, ആ 2-3 സ്റ്റിൽസ് വന്നിട്ടുണ്ടായിരുന്നു. അതില് ഒക്കെ ഭഗവന്ത് കേസരിയില് ശ്രീലീല ചെയ്ത ക്യാരക്ടറിന്റെ ഒരു എക്സാക്ട് കോപ്പി ആയിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോ ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, പാട്ടും ആദ്യം മുതലേ ഇതിനെ ഭഗവന്ത് കേസരിയായിട്ട് ഭയങ്കരമായിട്ട് ഒരു സിമിലാരിറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലസ് ഭഗവന്ത് കേസരിയുടെ ഒരു പെർട്ടിക്കുലർ പോർഷന്റെ റൈറ്റ്സ് ഒക്കെ ഇവർ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വിചാരിച്ചു ഓക്കെ ഭഗവന്ത് കേസരി ആയിരിക്കില്ല, ചെറിയ ഭാഗം ഇൻസ്പയർഡ് ആയിട്ട് വേറെ പരിപാടീസ് ആയിരിക്കും എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ സ്ട്രോങ് റൂമേഴ്സ് ആണ് ഭഗവന്ത് കേസരിയുടെ റീമേക്ക് തന്നെയാണെന്നുള്ളത്. എന്തായാലും ട്രെയിലർ കണ്ടോക്കാം. ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി തീരുമാനിക്കാൻ പറ്റും. സോ ലെറ്റ്സ് വാച്ച് ദ ട്രെയിലർ. பெருசு ஒரு பேர் அனுப்பிச்சிருங்க, அவன் யார் என்னன்னு விசாரிச்சு சொல்ல. தொட்டுலையே ஏன் சம்பவம் பண்றவனு கேள்விப்பட்டிருப்ப, அதுல ரெக்கார்டு வைக்கிறவனு கேள்விப்பட்டிருக்கியா? அதான் தளபதி. தொட்டுறாத, ஸ்லைஸ் போட்டுவாப்ல. அத்தனை பேரை போட்டு அடிச்சியே, நீ சூப்பர்மேனா? நான் சாதா மேன் தான் பேபி. அவன் செய்கிற சம்பவம்லாம் சூப்பராக இருக்கும்னு சொல்லுவாங்க. பொண்ணுங்களுக்கு பயம் இருக்கக்கூடாது சார். விஜய புலி மாதிரி வளர்க்கும். பஞ்ச் பஞ்ச் கமான் கமான் கமான். இந்த வருஷமாவது ஆர்மி அப்ளிகேஷனில் ஒழுங்காக கையெழுத்து போடுமா? ഇപ്പൊ തന്നെ ഏകദേശം ഒരു ധാരണ കിട്ടുന്നുണ്ട്. കാരണം ഇതേ സീൻ ഉണ്ടല്ലോ, ഞാനിത് റീലിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരുപാട്. ഞാൻ ഭഗവന്ത് കേസരി ഫുൾ സിനിമ കണ്ടിട്ടില്ല. അപ്പൊ അവിടെ ഇവിടെ കേട്ടാ കണ്ടിട്ടുണ്ടായിരുന്നത്. ആൻഡ് അതിൽ വലിയൊരു ഭാഗമായിരുന്നു മിലിറ്ററിയിൽ ശ്രീലീലിനെ ചേർക്കാൻ പോണ അത് വലയുടെ സൈഡിൽ വലയെ കാണിക്കുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ ഏകദേശം ഒക്കെ ഒരു ഐഡിയ കിട്ടി തുടങ്ങി. എന്തായാലും കണ്ടോക്കെ ബാക്കി. என் பொண்ணை தொட சொன்னவன் யாரு? யாரு? Come, let's play a game. இன்னிலிருந்து 30வது நாள் இந்தியா என் காலடியில் வந்து விழும். என்ன பிளான்? OM. OM அழிவு. அன்பிலீவபிள். எனக்கு இந்த ஆர்மெல்லாம் வேண்டாம். பாரு என் கை எப்படி நடுக்குதுன்னு. விஜயோட பயத்துக்கு பின்னாடி ஏதோ பெருசா ஒண்ணு இருக்கு. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்ற நீதிக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. ஆ? மொத்த ஐயோக்கியனுங்களும் ஒன்றா நிற்கிறாங்க. அவங்க ஜெயிக்க கூடாது. உன்னால ஒன்றும் பண்ண முடியாது. விலகி போ. மக்கள் அவனை கொண்டாடிக்கிட்டு இருக்காங்க. இப்போ கொன்ன கடவுளாயிடுவான். அவனை உயிர் தெழ முடியாத சிலுவையில அறையணும். உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி, திரும்பி போற ஐடியாவே இல்லை. I am coming.
மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா, கொள்ளை அடிக்கிறது கொலை பண்றதுக்கு கூட அரசியலுக்கு வரீங்க. അപ്പോ സിനിമയുടെ റിലീസ് 9th ആൻഡ് ട്രെയിലർ കാണുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഭഗവത് കേസരിയായിട്ട് സിമിലർ ആണ്. അതില് മറ്റേ നിങ്ങൾ എല്ലാരും കണ്ടിട്ടുണ്ടാവും, ബാലയെ മറ്റേ ട്രക്കില് മറ്റേ ഇതൊക്കെ വന്ന് ഇടിച്ച് ചാടി വരുന്നുണ്ട് മറ്റേ ശ്രീലീലനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സീനില്. അതേപോലെ ഇവിടെ ദളപതി എനിക്ക് തോന്നുന്നു ബൈക്കിലാണ് വരുന്നത് തോന്നുന്നു. ആ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലോ ഇത് റീമേക്ക് ആയിരിക്കാം, പക്ഷേ ഒരു ഒരു വിജയ് സ്റ്റൈലിൽ ഇപ്പൊ ഇതിന്റെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണെങ്കിലും ഇതൊരു ദളപതി മൂവി ആണെന്നുള്ളത്. ആൻഡ് അത് ഫോർ ഷുവർ ഇതൊരു ദളപതി സ്റ്റൈലിൽ വരുന്ന ഒരു സിനിമ ആയിരിക്കും. ബട്ട് ഡെഫിനറ്റ്ലി ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് ഭഗവത് കേസരിയുടെ സ്റ്റോറി തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പ്ലസ് കുറച്ച് അഡീഷണൽ പരിപാടീസ് ഒക്കെ ഉണ്ടാവുമായിരിക്കാം. കാരണം ഒരുപാട് സീൻ ഭഗവത് കേസരിയായിട്ട് സിമിലാരിറ്റി ഉണ്ട്. മറ്റേ മിലിറ്ററി സീൻ, ശ്രീലീല, മമിത, ആ ഒരു സീൻ. പിന്നെ ആം, ആ, വിജയുടെ തന്നെ മറ്റേ പോലീസ് ആയിട്ടുള്ള, കാരണം ഇതൊക്കെ ഈ ഒരു സിനിമയെ കുറിച്ച് റൂമേഴ്സ് വന്ന മുതൽ തന്നെ ഒരുപാട് സീൻ ഇൻസ്റ്റഗ്രാമിലും വേറെ വേറെ പ്ലാറ്റ്ഫോമിലൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു. ഇത് സിമിലർ ആണ് പറഞ്ഞിട്ട്. ആൻഡ് ഈ ട്രെയിലറിൽ ഈ പറഞ്ഞ എല്ലാ പരിപാടിയും ഭഗവത് കേസരിയുള്ള ഒരുപാട് കാര്യങ്ങൾ ട്രെയിലറിലും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലാസ്റ്റ് വന്ന ഒരു പരിപാടി എന്താ എനിക്ക് മനസ്സിലായില്ല. ഒരു റോബോട്ട് പോലെയൊക്കെ എന്തോ വന്നു. ഇനി എനിക്കറിയാനായിട്ടാണോ അറിയില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക. പക്ഷെ അതൊക്കെ കുറച്ച് കോമഡി ആയ പോലെ തോന്നുന്നുണ്ട് എനിക്ക്. അവസാന സിനിമയാണ്, അതൊരു വേറെ ലെവൽ എത്തണം എന്ന് വിചാരിക്കുമ്പം എവിടേക്കൊക്കെയോ ഒന്ന് വലിക്കണ പോലെ, എന്താ പറയാ, എവിടേക്കൊക്കെയോ ഇത് പോയി എന്നുള്ളൊരു ഫീൽ ഉള്ള പോലെ. പക്ഷെ അങ്ങനെ ആണെങ്കിലും ഇപ്പൊ റീമേക്ക് ആണെങ്കിൽ പോലും നമുക്ക് റീമേക്ക് എന്ന് പറയുമ്പോൾ ഒരു സങ്കടമുണ്ട്. അവസാനത്തെ സിനിമ ഒരു റീമേക്ക് സിനിമ, അതും എന്താ പറയാ, ഞാൻ പറഞ്ഞല്ലോ അങ്ങനത്തെ ഒരു തോട്ട് വരുമ്പോ തന്നെ മനസ്സിലൊരു സങ്കടം. കാരണം ഞാൻ വിജയിനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാ. അത് ആളുടെ അഭിനയവും പരിപാടി കൊണ്ടൊന്നല്ല, ആള് സ്ക്രീനിൽ വരുമ്പോൾ ഒരു ഫീൽ ഉണ്ട്. അത് ഒരു എന്റർടൈൻമെന്റ് ഒരു രീതിയിൽ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ വല്ലാത്ത ഒരു ഫീലാണ് വിജയ് സിനിമകൾ ഫസ്റ്റ് ഡേ തിയേറ്ററിൽ പോയി കാണാന്ന് പറഞ്ഞത്. അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്തും എന്താ പറയാ, ഇത് റീമേക്കാന്നുള്ള ഒരു തോട്ട് ഭയങ്കരമായിട്ടൊരു സങ്കടം തരുന്നുണ്ട്. അപ്പൊ അവസാന സിനിമ അത് റീമേക്ക് എന്നുള്ളൊരു ഫീല്. പക്ഷെ അതേസമയം നമ്മുടെ ഗില്ലി ബ്ലോക്ക് ബസ്റ്റർ സിനിമയായിരുന്നു. ഗില്ലി മാത്രമല്ല, ഒരുപാട് സിനിമകൾ വിജയ് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ ഗില്ലി ഒരു പെർട്ടിക്കുലർ സിനിമയാണ് ഞാൻ എടുക്കുകയാണ്. കാരണം ഗില്ലി ഭയങ്കര സക്സസ്ഫുൾ ബ്ലോക്ക് ബസ്റ്റർ ഫിലിമാണ്. ആ ഒരു സിനിമ തെലുഗുല് ഒക്കഡു എന്ന് പറഞ്ഞിട്ടുള്ള മഹേഷ് ബാബുയുടെ അതൊരു ബ്ലോക്ക് ബസ്റ്റർ തെലുഗു. ആ സിനിമയിൽ നിന്ന് ഉള്ള റീമേക്കാണ് ഗില്ലി. പക്ഷെ ഗില്ലി സക്സസ് ആയല്ലോ. ഇപ്പൊ ഞാൻ ഗില്ലി കാണുന്ന സമയത്ത് എനിക്ക് ആദ്യം അറിയണ്ടായിരുന്നില്ല. അപ്പൊ വേറൊരു ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഫൈറ്റില് വിജയ് ഇത് പറഞ്ഞതിന്റെ ഇടയിലാണ് നമ്മളിങ്ങനെ IMDb ഒക്കെ എടുത്ത് നോക്കിയിട്ട് മനസ്സിലായി റീമേക്ക് ആണെന്നുള്ള. IMDb ഒക്കെ എടുത്ത് നോക്കിയിട്ട് റേറ്റിംഗ് ഒക്കെ നോക്കിയിരുന്നു. അപ്പൊ ഇതൊരു ഗില്ലി എന്നുള്ളത് ഒരു മനസ്സിൽ വരുമ്പോ തന്നെ പക്ക വിജയ് സിനിമയായിട്ട് വരുന്നത്. ആൻഡ് അത് വിജയുടെ തന്നെ കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് അടിപൊളി പടമായിരുന്നു ഗില്ലി. അപ്പോ അതേപോലെ തന്നെ ഇതിപ്പോ റീമേക്ക് ആണെങ്കിലും വേറെ രീതിയിൽ വിജയ് സ്റ്റൈലിൽ വരുമെന്ന് വിശ്വസിക്കണം. ആൻഡ് ഈ പറഞ്ഞ പോലെ ഒരുപാട് CGI പരിപാടി, CGI ആ ഹെലികോപ്റ്ററിന്റെ പരിപാടിയൊക്കെ എനിക്ക് ഒരു ഭംഗിയായിട്ടൊന്നും തോന്നിയില്ല കേട്ടോ. എന്തൊക്കെയോ ഓവറായ പോലെ എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ വിജയുടെ ഒരുപാട് സിഗ്നേച്ചർ പരിപാടീസ് ഇതിലുണ്ടാവും. പിന്നെ അവസാന സിനിമ ആയതുകൊണ്ട് ഫാൻസിന് വേണ്ടിയിട്ടുള്ള എല്ലാ എലമെന്റ്സും, ഒരുപാട് ഫൈറ്റ് സീക്വൻസ് ഉണ്ട് തോന്നുന്നു. പ്ലസ് അനിരുദ്ധിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വേറെ ലെവൽ. പ്രത്യേകിച്ച് ആ മറ്റേ രാവണ ആ സംഭവം എനിക്ക് അത് ഇന്നലെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പം അതും പിന്നെ ദളപതി രണ്ടും കൊള്ളാം. പക്ഷെ ആ രാവണ ആ സാധനം തിയേറ്ററിൽ വേറെ ഫീൽ ആയിരിക്കും, എനിക്ക് ഉറപ്പാ. ഒന്ന് ഭഗവത് കേസരി തമനായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് വന്നിട്ട് അനിരുദ്ധ്. രണ്ടുപേരും സൗത്ത് ഇന്ത്യയിലെ എന്താ പറയാ അടിപൊളി മാസ് മ്യൂസിക് ഡയറക്ടേഴ്സ് ആണ്. ഇപ്പൊ അവരുടെ ഒരു ക്ലാഷും കൂടി ആയിരിക്കാം സിനിമ. എന്തായാലും നമുക്ക് നോക്കാം. 9th ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം ഒരു തീരുമാനം കിട്ടും. എനിവേസ് എനിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, സിനിമ അടിപൊളി ആവണം എന്നുള്ളത്. കാരണം നിർത്തുക എന്ന് പറയുമ്പോൾ, ഈ ഒരു സിനിമ പരിപാടി നിർത്തുക എന്ന് പറയുമ്പോൾ അവസാന സിനിമ എപ്പോഴും ആൾക്കാർ മനസ്സിൽ ഇങ്ങനെ വെക്കണ രീതിയിലുള്ള ഒരു സിനിമ ആവണം. എന്നാലേ അതിനൊരു ബ്യൂട്ടി ഉള്ളൂ അല്ലെ. അപ്പൊ ലിയോയില് നിർത്തിയിട്ടുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നന്നാവുന്ന എനിക്കൊരു പേഴ്സണൽ ഫീൽ ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ലിയോ ഒരു മിക്സഡ് അഭിപ്രായം ആണെങ്കിൽ കൂടെ ലിയോ ഒരു പെർഫെക്റ്റ് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു സിനിമയായിരുന്നു, കീഴിലെ ഫീൽ ആയിരുന്നു. എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു ലിയോ. പ്രത്യേകിച്ച് അതിന്റെ ഫസ്റ്റ് ഹാഫിലൊക്കെ ഉണ്ടായിരുന്ന പരിപാടി ഉണ്ടല്ലോ വേറെ ലെവൽ.
വൈറ്റ് ഷർട്ട് ടക്ഡ് എന്ന് പറഞ്ഞിട്ട് പിന്നെ ടൈറ്റ് മറ്റേ വിജയുടെ ഇതൊക്കെ റിവീൽ ചെയ്ത് ടൈറ്റിൽ കാർഡും പരിപാടിയൊക്കെ ഉഷാറായിരുന്നല്ലോ. തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ തന്നെ വേറെ ഫീൽ ആയിരുന്നു. അല്ല അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അടിപൊളി ആവുന്നു എന്നുള്ള ഫീല് ഈ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി. എന്തായാലും സിനിമ ഇറങ്ങട്ടെ, സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഐ മീൻ മോശം ട്രെയിലർ അല്ലെങ്കിൽ മോശം പരിപാടി എന്നല്ല, മേ ബി ആ ഭഗവത് കേസരിയുടെ സാധനം മനസ്സിലുണ്ടായോണ്ടായിരിക്കാം. പിന്നെ പ്ലസ് ആ ലാസ്റ്റ് വന്ന സംഭവം ഒന്നും എനിക്ക് മനസ്സിലാവില്ല. ഇങ്ങനത്തെ ഒരു സിനിമയിൽ അത് എന്താന്നുള്ളത്. ഇനി വേറെ വല്ല പരിപാടി ഉണ്ടാവുമെന്ന് അറിയില്ല. ഡെഫിനറ്റ്ലി ഞാൻ പറഞ്ഞോ, ഭഗവത് കേസരി ഒരു ഒരു ബേസ് ആക്കിയിട്ട് എടുത്തിട്ട്, ഐ മീൻ അതിന്റെ സ്റ്റോറി ഒരു ബേസ് ആക്കിയിട്ട് എടുത്തിട്ട് വേറെ പരിപാടി ആയിരിക്കാം ഉണ്ടാവുക. അല്ലാണ്ട് ഒരു പ്യുവർ ഭഗവത് കേസരി റീമേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക കമന്റ് ബോക്സിൽ. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ് മീ. ബൈ.